കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില ചർച്ചകൾ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നവർ പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് തിക്ത അനുഭവങ്ങളുണ്ടായി രാജിവെച്ച് മറ്റു പാർട്ടിയുടെ ഭാഗമായവർ അവർ തിരിച്ചു പാർട്ടിയിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചകൾ കണ്ടാൽ തോന്നുന്നു ഇവരൊക്കെ വീണ്ടും പാർട്ടിയിൽ ചേരാൻ അപേക്ഷയും കൊടുത്ത് ക്യൂ നിൽക്കുവാണെന്ന്. പാർട്ടി വിട്ടവരാര് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചാലോ ഫോട്ടോ ഇട്ടാലോ അത് കോൺഗ്രസിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അപേക്ഷയാണെന്ന രീതിയിലാണ് അതിനടിയിൽ വന്ന് കോൺഗ്രസ് സൈബർ കൂട്ടങ്ങൾ, സൈബർ പോരാളികൾ അവരുടെ പെരുമാറ്റങ്ങളും കമൻറ്റുകളും. ഏറ്റവും ഒടുവിൽ ഷാഹിദ കമാലിനെതിരെ നടക്കുന്ന ചില ചർച്ചകളാണ് പരിതാപകരം. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പത്തനാപുരം ഗാന്ധി ഭവനിൽ KC വേണുഗോപാൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. മുൻപ് രമേശ് ചെന്നിത്തലയും മറ്റു നേതാക്കളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഗാന്ധി ഭവന്റെ ചെയർപേഴ്സണായി വർക്ക് ചെയ്യുകയാണ് ഷാഹിദ. അവർ ആ പ്രോഗ്രാമിൽ KCയോടൊപ്പം പങ്കെടുത്ത ചില ഫോട്ടോകൾ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതിനടിയിലാണ് ഈ കോൺഗ്രസ്സുകാർ അവരുടെ രോക്ഷവും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിച്ചത്. അതിനുശേഷം അവരൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചതും കണ്ടു. അതിനിടയിലും ഈ കോൺഗ്രസ്സുകാർ വന്ന് വേണ്ട ആക്ഷേപങ്ങൾ കുറിച്ചു വെച്ചു. ഷാഹിദ കമാൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ, അതായത് KSU മുതൽ തുടങ്ങിയ പൊതുപ്രവർത്തനമാണ്. എനിക്ക് നേരിട്ടറിയാം. അഞ്ചൽ കോളേജിൻ്റെ KSUവിൻ്റെ തീപ്പൊരി നേതാവായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി യൂണിയനിലും അന്നത്തെ സമരമുഖത്ത് സെക്രട്ടേറിയറ്റിൻ്റെ കവാടത്തിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഷാഹിദ കമാൽ. ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ അംഗമായി മത്സരിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും പാർട്ടിയിലും സജീവമായിരുന്നു. സ്വന്തം കുടുംബം പോലും നോക്കാതെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി നടന്നു പാർട്ടി പ്രവർത്തനം നടത്തി. ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് സ്ഥാനാർത്ഥിയായിരുന്നു. നിസ്സാര വോട്ടുകൾക്കാണ് അന്ന് തോൽവിയെറിഞ്ഞത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആ തീപ്പൊരി നേതാവാണ് ഷാഹിദ കമാൽ. ഒരുപക്ഷെ ഇതൊന്നും അറിയാത്ത സൈബർ പോരാളികളാണ് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഷാഹിദയുടെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയും തിക്താനുഭവങ്ങളും ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടി വിടാൻ സമ്മർദ്ദമുണ്ടായത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും ഇവരെ കണ്ടപ്പോൾ, അത് പ്രത്യേകിച്ച് ഗാന്ധി ഭവനിൽ പല പരിപാടികളിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ഷാഹിദയെ കാണുമ്പോൾ പറയും പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ആലോചിക്കണമെന്ന് പറയും. കാരണം ഇവരോടൊപ്പമൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് അവർക്കാർക്കും മറക്കാൻ പറ്റില്ല. ആത്മാർത്ഥമായി തന്നെയാണ് ആലോചിക്കാൻ അവർ പറഞ്ഞിട്ട് പോകുന്നത്. ഒരു തവണ ഒരു മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ഞാനും ആ സദസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ നേതാവിനോട് രഹസ്യമായി പിന്നീട് ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. പഴയ വിട്ടുപോയവരെയൊക്കെ തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത ന്യൂ ജനറേഷൻ സൈബർ പോരാളികളാണ് ഇപ്പോൾ ഷാഹിദയുടെ പോസ്റ്റുകൾക്കടിയിൽ തെറിവിളിയും പോർവിളിയും ഒക്കെ നടത്തുന്നത്. അതൊക്കെ കാണുമ്പോൾ തോന്നുന്നു ഷാഹിദ പാർട്ടിയിൽ തിരിച്ചു ചെല്ലാൻ അപേക്ഷയുമായി ക്യൂ നിൽക്കുവാണെന്ന്. അതേസമയം ശോഭന ജോർജ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി വിടാനുള്ള കാരണം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. വ്യാജരേഖ കേസിൽ അവരെ ബലിയാടാക്കി. കോൺഗ്രസ് നൽകിയത് 10 വർഷത്തെ കടുത്ത അവഗണനയാണെന്നാണ് അവർ തുറന്നടിച്ചത്. തൻ്റെ മുൻകാല രാഷ്ട്രീയ ജീവിതത്തെയും കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനകളെയും അവയൊക്കെ കുറിച്ച് ജീവൻ TVയിലെ ലീഡേഴ്സ് സ്പീക്കിംഗ് പരിപാടിയിലാണ് മനസ്സു തുറന്നത്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് AK ആന്റണി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വ്യാജരേഖ കേസാണെന്ന് അവർ വെളിപ്പെടുത്തി. ഒരൊപ്പോ സീലോ ഇല്ലാത്ത കേവലം ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ പേരിൽ തന്നെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത് ആ വലിയ മനുഷ്യനാണ്. അത് വലിയ ആഘാതമായി. അക്കാലത്ത് പാർട്ടിയിലെ ഏറ്റവും സീനിയർ വനിതാ MLA-മാരിൽ ഒരാളായിരുന്നു താൻ. ഏറെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന AK ആന്റണി തന്നെ തനിക്കെതിരെ നിന്നത് കുടുംബത്തെയും ജീവിതത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കി.
ഇരുട്ടുള്ള മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പുന്നതിന് തുല്യമാണ് ഈ കേസെന്നാണ് പിന്നീട് ഈ കേസിനെക്കുറിച്ച് കോടതി പോലും പരാമർശിച്ചതെന്നും അവർ ഓർമ്മിപ്പിച്ചു. കെ കരുണാകരന്റെ നേതൃത്വത്തിൽ DAC രൂപീകരിച്ചപ്പോൾ താനും ഒപ്പം പോയിരുന്നുവെന്നും പിന്നീട് പാർട്ടി കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോൾ തന്നോട് നേതൃത്വം കടുത്ത അനീതി കാണിച്ചുവെന്നും ശോഭന ജോർജ് ആരോപിച്ചു. തന്നോടൊപ്പം പോയ മറ്റെല്ലാ MLA-മാർക്കും തിരികെ മെമ്പർഷിപ്പ് നൽകിയപ്പോൾ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന 10 വർഷം തനിക്ക് കോൺഗ്രസ് പ്രാഥമിക അംഗത്വം പോലും നൽകാൻ തയ്യാറായില്ല. ഈ നീണ്ട അവഗണനയാണ് തന്നെ അടിയുറച്ച കോൺഗ്രസുകാരിയിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് എത്തിച്ചതെന്നും അവർ പറഞ്ഞു. 14-ാം വയസ്സിൽ അഖില കേരള ബാലേന സഖ്യത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും പുരുഷാധിപത്യത്തിന് മുന്നിൽ തലകുനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അവർ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങളും സന്തോഷവും സ്വന്തം പോരാട്ടത്തിലൂടെ നേടിയെടുക്കണമെന്ന സന്ദേശവും പങ്കുവച്ചു. ഇതൊക്കെയാണെങ്കിലും എനിക്ക് ഷാഹിദയോട് പറയാനുള്ളത് കർ വാപ്പസി എന്ന് തന്നെയാണ്. ഈ വിമർശനങ്ങൾ ഒരു പോസിറ്റീവായി തന്നെ എടുക്കണം. ഷാഹിദയെ പൊതുരംഗത്ത് പിടിച്ചുയർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ആ പാർട്ടിയിൽ നിന്ന് അന്ന് പടിയിറങ്ങാനുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ മുതിർന്ന നേതാക്കൾക്ക് ഒന്നും ചെയ്യാനാകാതെ കൈയും കെട്ടി നോക്കി നിൽക്കാനേ ചിലപ്പോൾ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അവർക്കൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അത് പരിഹരിക്കാനും പറ്റും. ഈ സാഹചര്യത്തിൽ അവരുടെയൊക്കെയുള്ള ക്ഷണം നിസ്സാരമായി കരുതരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.